സി നമ്മളൊരു ഒരു ഒരു ഇന്ത്യൻ സൈന്യത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ ഇത് ഭയങ്കര പാടാണ് സാധാരണ രീതിയിൽ. ബിക്കോസ് ബാക്കി എല്ലാ മേഖലകളിലും ഒരു ചേഞ്ച് വരാൻ കുറച്ച് പാടാണെങ്കിൽ തന്നെ നടക്കും. പക്ഷെ സൈന്യത്തിൽ എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. കാരണം അത്രമാത്രം വലിയൊരു സംവിധാനമാണ് ഒന്ന്. രണ്ട്, ധാരാളം വർഷങ്ങളുടെ പഴക്കമുള്ള സിസ്റ്റമാണ്. അപ്പോൾ അതിന് മാറ്റാൻ അത്ര ഈസി അല്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് ഇന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിനെ പ്രത്യേകിച്ച് പറയുമ്പോൾ. ആ ട്രാൻസ്ഫോർമേഷൻ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിലല്ല, എല്ലാ മേഖലകളിലും ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. കാരണം ഒന്ന്, ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ്. ഇപ്പം നമ്മളൊരു ഒഫൻസീവ് ഡിഫൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറി. നമ്മൾ പണ്ട് എപ്പോഴും ഡിഫൻസീവ് ആയിരുന്നു. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യും. ചൈന എന്തെങ്കിലും ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യും. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു ഒഫൻസീവ് സ്പിരിറ്റ് ഉണ്ട്. അതായത് ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത്. ഇറ്റ് നോട്ട് UK അഗൈൻസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്. ഇന്ന് നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ നമ്മളെ അസറ്റ്സ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നമുക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും, സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒഫൻസീവ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളെ പോളിസിയിൽ അല്ലെങ്കിൽ ചിന്താഗതിയിൽ തന്നെ മാറി. രണ്ടാമത് നമ്മളെ എക്യുപ്മെൻറ്റ് പ്രൊഫൈൽ നോക്കുക. റഫാൽ യുദ്ധവിമാനം പോലുള്ള യുദ്ധവിമാനം ശരി, എയർക്രാഫ്റ്റ് കാരിയർ ആയാലും ശരി, മറ്റ് പല ലേറ്റസ്റ്റ് വെപ്പൻസ് ആയാലും ശരി, ബ്രഹ്മോസ് ആയാലും ശരി, അങ്ങനത്തുള്ള വെപ്പൺ എക്യുപ്മെൻറ്റ് പ്രൊഫൈലിൽ കംപ്ലീറ്റ് മാറി. ഇന്ന് നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതായത് ആരെങ്കിലും ഡിസിഷൻ എടുക്കുകയോ ഇല്ലയോ എന്ന്. പണ്ടത്തെ കാലത്ത് ഇതിനകത്ത് കറപ്ഷൻ വരും എന്ന് വിചാരിച്ച് ആളുകൾ ഡിസിഷൻ എടുക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കിപ്പം തൽക്കാലം വേണ്ടാന്ന്. പക്ഷേ ആ തൽക്കാലം വേണ്ടാത്ത കാരണം കൊണ്ട് നമ്മൾ 10-20 വർഷമാണ് നമ്മൾ ബാക്കിലോട്ട് പോയത്. പക്ഷേ ഇന്ന് നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളിന്ന് റഫാൽ വിമാനം നേരിട്ട് ഗവൺമെൻറ് ടു ഗവൺമെൻറ് അഗ്രിമെൻറ്റ് നടത്തി ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് 2 സ്ക്വാഡ്രൺ കംപ്ലീറ്റ് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ചേഞ്ചസ് നടക്കുന്നുണ്ട്. മൂന്നാമത് നമ്മളെ ഈ ഹ്യൂമൻ റിസോഴ്സ് ചേഞ്ചസ്. ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്ത് തൊട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വന്നിരുന്നു. അതിനൊക്കെ മാറ്റിയിട്ടാണ് ഈ അഗ്നിപത് സ്കീം പോലുള്ള പുതിയ സ്കീമുകൾ വരെയും ആളുകളിൽ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ തന്നെ മാറുകയും ധാരാളം ചേഞ്ചസ് വരുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ബ്രിട്ടീഷ് ലെഗസീസ്, പണ്ടത്തെ ബ്രിട്ടീഷ് കാര്യങ്ങൾ, മെസ്സിലുള്ള എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും അതൊക്കെ മാറി ഇന്ന് ഭാരതത്തിൻ്റെ കൾച്ചറും ഭാരതത്തിൻ്റെ രീതിയിലേക്കുള്ള ഒരു മാറി. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്ന് സൈന്യത്തിൻ്റെ എല്ലാ മേഖലകളിലും കാണുന്നുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലം തന്നെയാണ് ഇന്ന് ഭാരതത്തിൻ്റെ ഓവറോൾ ലോകത്ത് നമ്മളെ സ്റ്റാച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികപരമായി മാത്രമല്ല, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മാത്രമല്ല, മിലിറ്ററി കൂടെ അതിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു മേഖല അതിനകത്തും കൂടെ നോക്കേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ തന്നെ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടറാണ്. നമ്മൾ സാധനങ്ങൾ വെളിയിൽ നിന്നുള്ള തോക്കും മറ്റു കാര്യങ്ങളും നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നതാണ്. ഇന്ന് അതിൽ നിന്ന് മാറി നമ്മൾ ഏറ്റവും വലിയൊരു എക്സ്പോർട്ടർ ആവാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രഹ്മോസിനെ പോലുള്ള സെയിൽസ് നടക്കുന്നുണ്ട്. ഇനി അടുത്ത AK-47 AK സീരീസിൻ്റെ വെപ്പൺസ് വരുമ്പോൾ അതിനെ നമ്മൾ പുറം രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ധ്രുവ് ഹെലികോപ്റ്റേഴ്സ് നമുക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. പിന്നെ അങ്ങനെ പല ഷിപ്സിൻ്റെയൊക്കെ വരുന്നുണ്ട്. ഷിപ്പ് യാർഡ്സിലൊക്കെ ഉള്ള ഡോക്ക് യാർഡ്സിനൊക്കെ ഉള്ള വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലകളിലും നമ്മൾ ഒരു വലിയ ഒരു സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ടു ദ ഓവറോൾ കളക്റ്റീവായിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റേച്ചർ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്.